ഭിന്നശേഷിക്കാരനായ ഒരു 65-കാരനെ കണ്ടെത്താൻ നമ്മുടെ സഹായം വേണം. ആ സഹായം തേടുകയാണ് ഒരു കുടുംബം. പാലക്കാട് നെന്മാറയിൽ നിന്നും തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് എത്തിയ ഒരു കുടുംബമാണ് ഇപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദർശനത്തിനിടെ വിത്തനശ്ശേരി സ്വദേശി രാമനാഥനെ കാണാതായി. സംസാരശേഷിയില്ലാത്ത രാമനാഥന് കേൾവി വൈകല്യമുണ്ട്. കഴിഞ്ഞ 13-നാണ് തിരുവനന്തപുരത്തേക്ക് 40-അംഗ സംഘം യാത്ര തിരിച്ചത്. 14-ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് പിന്നാലെ രാമനാഥനെ കാണാതായി. അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കുടുംബം ഇപ്പോൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കവെയാണ് 65-കാരൻ രാമനാഥനെ കാണാതായത്. സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത രാമനാഥന് വേണ്ടി ബന്ധുക്കൾ ഏറെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 9 മണിയോടെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയതായി മാത്രം കണ്ടെത്തി. പിന്നെ ആരും രാമനാഥനെ കണ്ടിട്ടില്ല. ഉള്ളിൽ നിന്ന് ഞങ്ങൾ തൊഴുതി. ഞങ്ങളെ 2 പേരും ഉള്ളിൽ നിന്ന് എൻ്റെ ഒപ്പം നിന്ന് തൊഴുതിയിട്ടുണ്ടായിരുന്നു. ആള് മുമ്പിൽ ഇറങ്ങി, ഞാൻ പിന്നാലെ ഇറങ്ങി. ഉടനെ ഇറങ്ങി പോയി നോക്കുമ്പോഴേക്കും ആൾ കാണാനില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഒരേ തെരച്ചിലായി. നല്ലൊരു ആത്മാർത്ഥമുള്ള ആൾക്കാർ, അതുകൊണ്ട് കണ്ടുവിട്ടട്ടെ. അവർ നല്ലപോലെ നോക്കുന്നുണ്ട്. ഞങ്ങൾ അറിയിച്ചു തരാം, ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് തരും, അമ്മയെ പേടിക്കേണ്ട പൊക്കിയോളൂ പറഞ്ഞ് ധൈര്യത്തിൽ വിട്ടാക്കിയർക്കാണ് ആത്മാവിരോധോടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സംസാര കേൾവി വൈകല്യമുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റു പ്രശ്നങ്ങളൊന്നും രാമനാഥനില്ല. ഇതുവരെ വീട് വിട്ടിറങ്ങുകയോ ദൂരേക്ക് യാത്ര പോവുകയോ ചെയ്തിട്ടില്ലാത്ത രാമനാഥൻ മനഃപൂർവ്വം മാറി നിൽക്കില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത്രയും ദിവസമായിട്ടും കണ്ടു കിട്ടിയതായിട്ടോ ഒരു ഇൻഫർമേഷൻ ഇല്ല. ആരും കണ്ടതായിട്ടോ എവിടെയെങ്കിലും അവശ്യ നിലയിൽ കിടക്കണതായിട്ടോ ഒന്നും പറഞ്ഞത് കേട്ടില്ല. എൻ്റെ കുടുംബത്തിലെ നമ്മുടെ ഒരു ഏട്ടനായിട്ട് വേണം. പുള്ളി ഇന്നലെ പോയി വന്ന് ഞാൻ മൊബൈലിലൂടെയാണ് അറിഞ്ഞത്. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ തൊഴുതാൻ നോക്കണം, അവർ തൊഴുതി പോയി കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ 1 മണിക്കൂർ അവിടെ മുഴുവൻ തിരക്കിക്കൊണ്ടിരുന്നു. എന്നിട്ടും കണ്ടു കിട്ടിയിട്ടില്ല. പിന്നെ കൺട്രോൾ റൂമിൽ പോയി, പിന്നെ അവിടെയൊക്കെ തിരഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോയി. കയ്യിൽ പണമില്ലാത്ത രാമനാഥൻ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെട്ടേക്കുമെന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ബന്ധുക്കൾ. പോലീസ് അന്വേഷണം സജീവമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല. ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്ത രാമനാഥനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് ഈ കുടുംബം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുക.